തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് പള്ളി. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നതായി വിശ്വസിക്കപ്പെട്ടു വരുന്നു. 500 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ പള്ളി എല്ലാ മതവിഭാഗക്കാരെയും ആകർഷിക്കുന്ന ഒരു ആരാധനാലയം തന്നെയാണ്. വെട്ടുകാട് പള്ളി മദ്രെ ദെ ദേവൂസ് പള്ളി എന്നും അറിയപ്പെടുന്നു. ഇറ്റാലിയൻ, പോർച്ചുഗീസ് പദങ്ങൾ ചേർന്ന മദ്രെ ദെ ദേവൂസ് എന്ന പേര് ഈ പള്ളിക്ക് നൽകിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ദൈവമാതാവ് എന്നാണ്. 1543-നും 1547-നും ഇടയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടെ ഈ പള്ളിക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു. എല്ലാ വർഷവും നവംബർ മാസത്തിൽ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്നു. വെട്ടുകാട് പള്ളി ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാ മതവിഭാഗക്കാരും ഇവിടെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം നേടാനും എത്തുന്നു. വെട്ടുകാട് പള്ളിക്ക് ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യങ്ങളുണ്ട്. ഇത് തിരുവനന്തപുരത്തെ ഒരു പ്രധാന ലത്തീൻ പള്ളി തന്നെയാണ്. കൂടാതെ നിരവധി വിശ്വാസികളുടെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ പ്രത്യേക പ്രാർത്ഥന നടക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഒരുപാട് തീർത്ഥാടകർ വന്നു ചേരുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരത്തായാണ് വെട്ടുകാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിന്റെ 2ാം അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാട് പള്ളി. പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുൻപ് തന്നെ വെട്ടുകാടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസം തന്നെയുണ്ട്. റോമിലെ പുരാതന പള്ളികളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഒരു പള്ളിയാണ് വെട്ടുകാട് പള്ളി. ഇവിടെ ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിരിക്കുന്നത് മരപ്പണിയിലാണ്. അതിന്റെ പ്രത്യേകതകളും ഇതിന്റെ ഭംഗിയും നേരിട്ട് കണ്ടാൽ തന്നെയാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്ക് വന്നിരുന്ന് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അധികം ആരും കാണാത്തതായിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ സ്ഥലമുണ്ട്. ഇത് നിങ്ങൾ ആരും അധികം കണ്ടിട്ടുണ്ടാവുകയുമില്ല. എന്നാൽ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും. അതിനായി വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾ കാണാത്ത പള്ളിയുടെ ഒരു വലിയൊരു ഭാഗം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതിനാണ്. ആ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ബൈ.